ഹായ്. ജീവിതത്തിൽ തോൽക്കാൻ തയ്യാറല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ വിജയം നേടാനുള്ള കുറച്ച് വഴികളുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അതിന് മുമ്പ് പറഞ്ഞ വീഡിയോയിലും എന്താണ് വെറുതെ വീഡിയോ കണ്ടു പോകണ്ട. വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് അത് ലൈഫിൽ അപ്ലൈ ചെയ്ത് പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ് ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് സക്സസ് ആവണം എന്ന ആഗ്രഹമുള്ളവരാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് വേഗത്തിൽ പോയി ഒരു പേനയും ബുക്കും എടുക്കുക. ഇതിൽ പറയുന്ന 11 സ്റ്റെപ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. വെറുതെ നോട്ട് ചെയ്ത് വെച്ചാൽ പോരാ, ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യണം. അപ്പോൾ വേഗത്തിൽ എല്ലാവരും പോയി ബുക്കും പേനയൊക്കെ എടുത്തിട്ട് വന്നേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വന്ന് കാണുമല്ലോ അല്ലേ? പെട്ടെന്ന് വന്നിട്ട് ഇത് എഴുതി നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. ഇതിൽ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു 11 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? സെറ്റ് എ ഗോൾ ആൻഡ് സെറ്റ് യുവർ ലൈഫ്. നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യണം. അത് ഗോള് സെറ്റ് ചെയ്യുമ്പം അതിനെന്താ വേണം? കുറച്ച് നല്ലൊരു പ്ലാനിങ് കൂടി വേണം. വെറുതെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. വിത്തൗട്ട് പ്ലാൻ നമ്മുടെ ഗോൾസ് എല്ലാം വെറുതെ വിഷസ് ആയിട്ട് മാറിപ്പോവും. കുറച്ച് ആഗ്രഹങ്ങളായിട്ട് അങ്ങ് നിൽക്കും. ആഗ്രഹങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. വെറുതെ ആഗ്രഹിച്ചാൽ പോരാ, നമുക്ക് വ്യക്തമായൊരു പ്ലാനും കൂടെ വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സെറ്റ് എ ഗോൾ ആൻഡ് പ്ലാൻ യുവർ ലൈഫ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ഗോൾസിനെ വെറുതെ ഇങ്ങനെ ചെയ്താൽ പോരാ, ഡോക്യുമെൻ്റ് ചെയ്യണം. ആ ഗോൾസ് എല്ലാം നമ്മൾ എഴുതി തന്നെ വയ്ക്കണം. എക്സാക്ട്ലി യു ഹാവ് ടു റൈറ്റ്. നമ്മൾ വേണ്ട ഗോള് ഡോക്യുമെൻ്റ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒരു ഗോൾ ചാർട്ട് തയ്യാറാക്കണം, വിഷൻ ബോർഡ് തയ്യാറാക്കണം. വിഷൻ ബോർഡൊക്കെ നിങ്ങൾക്കറിയില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഏതൊക്കെ തരത്തിലെത്തണം എന്നാഗ്രഹിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളെ കുറേ പിക്ചേഴ്സ്, നമ്മൾ നെറ്റിൽ നിന്നൊക്കെ കുറേ പിക്ചേഴ്സ് എടുത്തിട്ട് ആ പിക്ചേഴ്സ് എല്ലാം കൂടെ വെച്ചിട്ടൊരു വിഷൻ ബോർഡ് തയ്യാറാക്കണം. ആ വിഷൻ ബോർഡ് നിങ്ങൾ എന്നും കാണുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ഒട്ടിച്ച് വയ്ക്കുക, പേസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ എന്നും അത് കണ്ടിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങളുടെ വിഷൻ ബോർഡ് നിങ്ങൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കും. അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഡെവലപ്പ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആൻഡ് കോൺഫിഡൻസ്. നമുക്കത് കിട്ടിയതായിട്ട്, നമ്മൾ നേടിയതായിട്ടൊക്കെ നമ്മൾ ആത്മവിശ്വാസം നിറച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോളിനെ നമ്മളൊരു ബേണിങ് ഡിസയറാക്കി മാറ്റണം. നമ്മൾ നമ്മുടെ ഗോൾസിനെല്ലാം അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ബേണിങ് ഡിസയർ നിങ്ങൾക്ക് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഡെവലപ്പ് ലേണിംഗ് ആക്ടിവിറ്റീസ്. നമ്മുടെ ലേണിംഗ് ആറ്റിറ്റ്യൂഡും ആക്ടിവിറ്റീസും ഒക്കെ മാറ്റി നമ്മൾ ആ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റിനെ മൊത്തത്തിൽ മാറ്റണം. ഷാർപ്പൻ യുവർ ആക്സസ്. നമ്മുടെ 2 ആക്സസ്സാണ് നമുക്കുള്ളത്, നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി. നമ്മൾ മുമ്പ് ഒരു കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും, ഈ മരം വെട്ടുകാരൻ ഈ കോടാലി രാവി 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 മരം മുറിക്കുന്നു. അപ്പോൾ നമ്മൾ ഷാർപ്പൺ ചെയ്യണം നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ബോഡിയെയും. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ബിലീഫ്, നിങ്ങൾ നന്നായിട്ട് അതിനകത്ത് അങ്ങ് വിശ്വസിക്കണം. ഞാൻ എൻ്റെ എക്സാക്ട്ലി ഐ അച്ചീവ്ഡ് മൈ ഗോൾസ്. ഞാൻ എൻ്റെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ബിലീഫ് നിങ്ങളിൽ ഗ്രേറ്റ് ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിഷ്വലൈസേഷൻ ആൻഡ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മളിലേക്ക് വന്നതായി, നമ്മൾ നേടിയെടുത്തതായിട്ടും നമ്മളിങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യണം. നമ്മൾ മെഡിറ്റേഷനിലൂടെയൊക്കെ കുറച്ച് സമയം ഇരുന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യും, നമ്മളത് കാണും. ഇതൊക്കെ നമ്മൾ നേടി, നമ്മൾ ലൈഫിൽ നമ്മൾ സൂപ്പർബായി എന്നുള്ള ആ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സ് ചെയ്യുക. അതിനോടൊപ്പം പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മടി വരും നമുക്ക്. അപ്പോൾ നമുക്ക് യു ഡെഫിനറ്റ്ലി ഹാവ് എ മെൻറ്റർ. നിങ്ങൾക്ക് നല്ലൊരു മെൻറ്റർ വേണം, ഒരു ട്രെയിനർ വേണം, അല്ലെങ്കിൽ ഒരു കോച്ച് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. എന്നാലും നമ്മൾ ഇത്രയും സ്റ്റെപ്പുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോൾ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് നമ്മളത് ടൈം ബോണ്ടായിട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി യു നീഡ് എ മെൻറ്റർ, എ കോച്ച് ഓർ എ ട്രെയിനർ. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആക്ടിവിറ്റീസിന്, നമ്മുടെ ഡെയിലി പ്രാക്ടീസസിന് നമ്മൾ മുടങ്ങാതെ നമ്മുടെ പ്രാക്ടീസസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മാച്ചിങ് ആക്ഷൻസ് എടുക്കുക. ആക്ഷൻസ് ഇല്ലാതെ ഒന്നും പറ്റില്ല. അപ്പം നമ്മൾ ആക്ഷൻസ് കൊടുത്തോളൂ. ഇപ്പം പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ടിരുന്ന കാര്യമില്ല, നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ മാച്ച് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക.
എന്നിട്ട് എന്ത് ചെയ്യുക, പേഷ്യൻ്റ്ലി വെയിറ്റ്. നിങ്ങളുടെ ആ ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് വേണം നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ലൈഫിൽ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഷ്യൂർലി നിങ്ങൾ സക്സസ് ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ലൈഫിൽ ഒരു ബേണിംഗ് ഡിസയറായിട്ട് കണ്ടിട്ട് നമ്മുടെ ഗോൾസിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ റെഡിയായിരിക്കുകയാണ്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുക, അപ്ലൈ ചെയ്ത് എൻ്റെ റിസൾട്ട് കൊണ്ടുവരിക. ഓക്കെ, താങ്ക് യു മൈ ഡിയേഴ്സ്. Love you all. I am your Divya Sajid from Divu's Happiness Hub.